ഗൈസ് അവിടെ ഋഷാല് നേരത്തെ എണീച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ആജ് അവിടെ കിടന്ന് ഉറങ്ങി എണീക്കുന്ന മാതിരി അഭിനയിച്ച് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാതെ നട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കണ്ട കേട്ടോ. ഗൈസ് നേരം വിളിച്ചു കേട്ടോ. ഇവിടെ രാവിലെ നേരം വിളിച്ചാൽ നല്ല മഞ്ഞുണ്ടാവും. പുറത്ത് നോക്ക്. ഞാൻ ആദ്യം പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ് നമ്മൾ വണ്ടി എടുക്കണുണ്ട്. അത് ഇന്നലെ നല്ല കഴുകിയിട്ടാണ്. ഇന്നലെ നോമ്പ് തുറന്നിട്ട് ഒരു 7 മണി 8 മണിയാവാൻ നേരത്തെ നമ്മുടെ ഒന്ന് കഴുകിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ പോകണം. കൂടലൂർ പള്ളിയിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് കിട്ടാം. സമയം നേരം വൈകിക്കണം. അവിടെ 8 മണിക്ക് 8:30 ആയിട്ടാണ് നിസ്കാരം. സോ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഋഷാലേ ഇത് റെഡി ആയിട്ട് വന്ന് പോവല്ലേ? പോവാ. അസ്സലാമലൈക്കും. ഇത് ടോയ് എവിടെ? ടോയ് സമയം 3 മണിയായിട്ടുണ്ട്. ഇപ്പം എന്താ റിഷാലുണ്ട്, പിന്നെ അൻസലും വന്നിട്ടുണ്ട്. ഞങ്ങൾ പടക്കം മേടിക്കാൻ പോകട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കാൻ പോകട്ടെ. കാരണം ബാക്കിൽ നിന്ന് മാറ്, ഫോക്കസ് ഇട്ടില്ല. ബാക്കിൽ നിന്ന് മാറ്. ഹലോ ഗൈസ്, വെൽക്കം. രാവിലെ എത്ര സമയം ഫോൺ വിളിച്ച് ഓർമ്മയില്ല. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും തന്നെ ഈദ് മുബാറക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് കരുതി. കുറേ ആയാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ഇട്ടിട്ട് കുറേ ആയാലോ. ഞാൻ ഇപ്പോൾ എണീച്ചിട്ടുള്ളൂ. വിശാലൊക്കെ ഭയങ്കര ഉറക്കുന്നില്ല. ഭയങ്കര കുറുക്കും വലിച്ച് ഉറങ്ങുക. എണീച്ചിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും പുറത്തൊക്കെ ഒന്ന് പോയേക്കാം. ഓക്കെ, ജസ്റ്റ് വെറുതെ ചുമ്മാ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് റെഡിയാണ്. നിങ്ങളെപ്പോഴും എണിച്ച് മുത്തിട്ട് എവിടെയോ എണിച്ചോ? ഞാൻ ഋഷാല് എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അവിടെ കെടുക്ക്, ഞാൻ അറിയാത്ത പോലെ വീഡിയോ എടുത്തിട്ട് വരാൻ അറിയാത്ത പോലെ ഞാൻ അവിടെ റൂമിൽ ചെന്നിട്ട് അങ്ങനെയല്ല, ഓൻ ഉറങ്ങുന്ന മാതിരി വീഡിയോ എടുക്കാതെ ഞാൻ പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ഓൻ നേരത്തെ എണീക്കുന്നു. അപ്പം ഉറങ്ങി എണീക്കുന്ന മാതിരി അഭിനയിക്കാൻ പോവാന്ന് ഋഷാൽ. അപ്പോൾ ഞാൻ ചെല്ലുന്നു മകൻ. ഋഷാലേ മുത്തട്ടിയേ എന്താ എണീക്ക്. ഇന്ന് പെരുന്നാളല്ലേ? ഈദോ പറ. അസ്സലാമലൈക്കും. എണീക്ക് പവറാവട്ടെ. ഇതെന്ത് കിടന്നുറങ്ങണ്? 5 മണിയായി. ഇഞ്ച് ഉറക്കത്തിലായിരുന്നു. ഇഞ്ച് നേരത്തെ എണീച്ചെന്നാലും അമ്മ പറഞ്ഞു രാവിലെ. അപ്പൊ ഇത് ശരി. രാത്രി 2 പ്രാവശ്യം എണീച്ചിക്കല്ലേ? എണീക്ക്. അത് ശരി. പള്ളിക്കൊന്ന് തെക്ബീർ വല്ല ഉണ്ട് കേട്ടോ. ഇത് ഇന്നലെ ഋഷാലിന് വേണം പറഞ്ഞിട്ട് എന്തിനാ അവിടെ ഓട്ടി? ഒക്കെ അയക്കാനിട്ടേ. ഇതിൻ്റെ പേരെന്താ? ചീനപ്പടക്കം. കുറച്ചതിൻ്റെ പൊട്ടി അതിലിട്ടേ. എടാ അതാ ഇമ്മന്ന് പറിക്കണല്ലടാ. അതേ അതെന്തിനാ ഇന്നെടുത്ത് ബെസ്റ്റ്. ഞാനൊന്നും കത്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിക്കൻ കഴുകാൻ പോവാട്ടോ. ഇത് ഞാൻ ഏതായാലും കൊടുക്കാൻ കയറാൻ പോണതിൻ്റെ മുന്നേ അമ്മക്ക് ജസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു. ഇമ്മ എപ്പോഴും എണീച്ചു. നിങ്ങൾ എത്ര മണിക്കാണ് എണീച്ചുമ്മ? 4 മണിക്കോ? ഇത് എടുക്കണുണ്ട് കഴിഞ്ഞിട്ട്. എവിടെ? ഇവിടെ ഇരിക്കണോ? അയക്കിടുക.
ഗൈസ് നേരം വിളിച്ചു കേട്ടോ. ഇവിടെ രാവിലെ നേരം വിളിച്ചാൽ നല്ല മഞ്ഞുണ്ടാവും. പുറത്ത് നോക്ക്. ഞാൻ ആദ്യമായിട്ട് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ പകുതിക്കൊന്നും ഇട്ട് വരണേ. ഇപ്പം തന്നെ വരാം. ഓക്കെ, ഇപ്പം തന്നെ വരാം. ഇതേ നോക്കി. നമ്മൾ വണ്ടി എടുക്കണുണ്ട്. അത് ഇന്നലെ നല്ല കഴുകിയിട്ടാണ്. ഇന്നലെ നോമ്പറന്നിട്ട് ഒരു 7 മണി 8 മണിയാവാൻ നേരത്തെ നമ്മുടെ ഒന്ന് കഴുകിയതാണ്. ഇതിൻ്റെ ഈ ഒരു ബാക്കത്തെ മിറർ പൊട്ടിക്കണം. അത് ഒന്ന് ജസ്റ്റ് മാറ്റണം. ഞാൻ ഏതൊരു പൂരത്തിന് പോയപ്പോൾ പൊട്ടിയതാണ്. എന്നും മാറ്റം വിചാരിക്കും, പിന്നെ സമയം കിട്ടാതെ അങ്ങനെ പോകണം. എന്തായാലേ ഇനി സമയമില്ല. ഞാൻ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ, സിമ്മ അതവിടെ രാവിലേക്കുള്ളതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഇതിലെന്തമ്മ ബീഫാണോ? ഓക്കെ, പുട്ടും ബീഫും. നമ്മളിത് അപ്പോൾ കുളിച്ച് വന്നാണ് കേട്ടോ. എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ പോകണം. കൂടലൂർ പള്ളിയിൽ പോകാമെന്ന് വിചാരിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ സ്വന്തം ടൈമില്ല. ഓക്കെ, എന്താ ഋഷാല എൻ്റെ വിചാരം? വേഗം കഴിക്കേ, സമയമില്ലേ? കഴിക്കേ. എന്താ ഇന്നൊക്കെ നാളെക്കൊന്ന് വെച്ചിട്ട് ആ ഫോൺ എടുത്ത് വെച്ചോക്ക്. ഉമ്മ ചായ അടിക്കാമായിരുന്നു. പോരി, ഇപ്പം തന്നെ എടുക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകാൻ കേട്ടോ. എന്തായാലും ഇപ്പോൾ സമയം എത്ര 7:30 ആയിട്ടുള്ളൂ. 7:30 ആയിട്ടേ ഉള്ളൂ എന്നല്ല, സമയം നേരം വൈകിക്കണം. അവിടെ 8 മണിക്ക് 8:30 ആയിട്ടാണ് നിസ്കാരം. സോ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. വിശാല് ഇത് റെഡി ആയിട്ട് വന്ന് പോവാ. ലെറ്റ്സ് ഗോ. ബൈ പോവാട്ടാ. ഇവിടെ നിന്ന് വെറുതെ കറങ്ങി സമയം കളയുന്നില്ല. വേഗം പോകും. ഒരു സീല എന്തെങ്കിലും എടുത്തോടുന്ന ഒരു മഞ്ഞ് വേണ്ടിട്ട് എൻ്റെ അവിടെ തന്നെ ഉണ്ടാവും. അവിടെ നോക്കിയോ, അവിടെ ആ സൈഡിൽ മറ്റേ ആ ബക്കറ്റിൻ്റെ അവിടെ അങ്ങനെ ആയിട്ടുണ്ടാവും. എന്തായാലും എടുത്തോണ്ടേ. കൊളക്കോയോ? എവിടെ? മീറ്റ് ചെയ്ത് കട. പേരെന്താ? പേര് വന്നത് ഫൈസാൻ. ഹനാൻ. ഇപ്പം എപ്പോഴെത്തി? അസ്സലാമു അലൈക്കും. ഇത് അല്ലേ കുട്ടി ആർസാക്കാൻ്റെ കൂടെ വരുന്നു. അവിടുന്ന് പള്ളിക്കുന്ന കണ്ടീന്ന്. ഉമ്മല്ലേ എവിടെ? ടോയ് എവിടെ? ടോയ് കിട്ടീനല്ലേ? ആർസാക്ക വ്ളോഗിൽ വന്ന പ്രശ്നമുണ്ടോ? പോയി ഇപ്പം പോയിട്ടാ. ശരി, പോവാ. പള്ളി കഴിഞ്ഞ് പോകുന്നില്ല വെച്ചാലേ നേരെ പെടേക്ക് പോവാ. ഞാനവിടെ വന്നിട്ട് അങ്ങനെ നേരെ പോയി കിടന്നു. ഇവിടുത്തെ ഇമ്മ ചിക്കനൊക്കെ അത് പൊരിക്കുന്നു. മറ്റൊക്കെ ആയമ്മ? മറ്റൊക്കെ ആയോ? ചോറ് മറ്റേ ദമ്മിട്ടോ ചോദിക്കാം. അവിടെ ചോദി ആ പാത്രം കിട്ടുന്നു.
ഓക്കെ ഗൈസ്, ഇപ്പോൾ സമയം 11 മണിയായിട്ടാണ്. ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ നോക്കിയിടുന്നത്. ഇത് ഈ സംഭവം ഉണ്ടല്ലോ, ഈ ട്രൈപോഡ്. നമ്മളിത് ചാനൽ തുടങ്ങുമ്പോൾ മേടിച്ചത് 3 വർഷമായി. ഇപ്പോഴും ഒരു പ്രോബ്ലം ഇല്ല. എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എന്തരാ ഓക്കെ, നമ്മളിത് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അമ്മ ഒക്കെ റെഡിയാക്കി വെച്ച് ബിരിയാണി, പിന്നെ ഇതാ അടപ്രഥമൻ, പായസം. അവിടെ ഇരിക്കുക കസാൽ മേൽക്ക് ശരി ഇരിക്ക. Risalun, this is special for you. ആദ്യം വേണ്ട പറഞ്ഞാൽ പിന്നെ തരലൊന്നുമില്ല. എങ്ങനെയുണ്ട് ഋഷാലെ? ആവേ അടിപൊളിയാ. ഓക്കെ, ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ഇപ്പം എന്താ റിഷാലുണ്ട്, പിന്നെ അൻസലും വന്നിട്ടുണ്ട്. ഞങ്ങൾ പടക്കം മേടിക്കാൻ പോകട്ടോ. പട്ടാമ്പിയിലെ ഒരു ഷോപ്പാണ്. പട്ടാമ്പി പോയിട്ട് കുറച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പടക്കങ്ങൾ മേടിക്കാൻ പോകും അല്ലേ റിഷാലെ? അല്ലേ? എന്തായാലും പോയോ കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിത് ഇവിടെ പട്ടാമ്പി സെൻറ്ററിലാണ് കേട്ടോ. ഇവിടെ മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഏരിയയിലായിട്ട്. ഇതൊക്കെ എന്താവൂലേ? മറ്റേ ഓലോ മറ്റേ ഇത് പോലത്തെ ചന്ദ്ര കിങ് റൈഡർ. ഇതായിട്ട് ഒരു സാധനം. ഇതെന്താ? ഗൊറീല ബോംബോ. ഇത് ഒന്നിന് 20 റുപ്യ. ബോക്സ് ആയിട്ട് വാങ്ങുമ്പോൾ 160-170. ഇത് ഓലപ്പടക്കം. ഇത് എത്ര? 50 ഉണ്ടാവും. 50 150 റുപ്യ. ഇത് പിരിപിരി. അത് പൊട്ടിക്കണ്ട. മറ്റേ 10ൻ്റെ 10 80 റുപ്യ 10ൻ്റെ 10. പിന്നെ സ്കൈ ഷോട്ട് 40-50. പിന്നെ അതിലേതുള്ളത്? അതതിൽ വെക്കുക അതിനുള്ളൂ. ഓക്കെ. ആ സൗണ്ടിൽ മറ്റേ പിരിവിരുടെ പോലത്തെ വലുത്. പിരിവിയുടെ പോലത്തെ വലുത്. ഇത്രയും സാധനം മേടിച്ചത്. ഇതിനിപ്പോൾ 530 റുപ്യ അല്ലേ? ഇത് ടോട്ടൽ 530 റുപ്യ. എന്തായാലും നമുക്കിത് പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മളിത് ഇപ്പോൾ ഇതൊന്ന് പൊട്ടിക്കാൻ പോകാം കേട്ടോ. കാരണം ബാക്കിൽ നിന്ന് മാറ്, ഫോക്കസ് ഇട്ടില്ല, ബാക്കിൽ നിന്ന് മാറ്. എന്തായാലും ഇതിപ്പോൾ നമ്മളൊന്ന് പൊട്ടിക്കാൻ പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ ഒരു പെട്ടി മൊത്തം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചാൽ വിചാരിച്ചു. ബാക്കിയൊക്കെ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഇത് ഒന്നിന് 20 റുപ്യ വരുന്നത്. സോ പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ.